സാമുദായിക സംഘടന നിലപാടിൽ മാറ്റം വന്നിട്ടുണ്ട്. SNDP ആണെങ്കിലും NSS ആണെങ്കിലും മുൻപത്തേക്കാൾ പല വിഷയങ്ങളിലും BJPക്ക് അനുകൂലമായിട്ടുള്ള നിലപാട് പരസ്യമായി സ്വീകരിക്കുന്നുണ്ട്. ക്രിസ്തീയ സഭകളിലാണ് ഒരു വിഭാഗം അത്തരത്തിലുള്ള നിലപാടുകൾ മാറ്റം കഴിഞ്ഞു. പണ്ടത്തേക്കാൾ BJPയോട് അനുകൂലമായിട്ടുള്ള ഒരു നിലപാടിലേക്ക് എത്തുന്നു. എങ്ങനെയാണ് ഈ ഒരു മാറ്റത്തെ കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും വളരെ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് നടക്കുന്നു യഥാർത്ഥത്തിൽ. അതായത് ഹിന്ദു സമാജത്തിൽ ഒരു ഐക്യത്തിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടായിക്കൊണ്ടിരിക്കും. ക്രൈസ്തവ സഭകൾക്കിടയിലും മോദിയോടൊപ്പം നിൽക്കുന്ന ഒരു രാഷ്ട്രീയം വരണമെന്നുള്ള ആഗ്രഹം വളരെ ശക്തമാണ്. അതിന് കാരണം ആഗോള പശ്ചാത്തലം പലതും കാരണമാണ്. സംസ്ഥാനത്ത് BJP ഉള്ളതുകൊണ്ടാണ് PFI ഉൾപ്പെടെയുള്ള മതഭീകരവാദികൾക്ക് തലപൊക്കാൻ കഴിയാത്തത്. അല്ലെങ്കിൽ അവർക്ക് പലതരത്തിലുള്ള വെല്ലുവിളികൾ ഉണ്ടാകുമായിരുന്നു. ആ തിരിച്ചറിവ് എല്ലാവർക്കും ഉണ്ട്. BJP മാറി കഷ്ടകാലത്തിന് പോലെ കോൺഗ്രസോ മറ്റോ അധികാരത്തിൽ വന്നാൽ ഈ PFI നിരോധനമൊക്കെ ഉടനെ അവർ പിൻവലിക്കുന്ന എല്ലാവർക്കും അറിയാം. ഇപ്പോൾ BJP കർണാടക ഭരിച്ചുകൊണ്ടിരുന്നപ്പോ സർക്കാർ പോയി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മദനി കേരളത്തിൽ വന്നു. ഇപ്പൊ കോൺഗ്രസിന്റെ സമീപനം എല്ലാവർക്കും അറിയാം. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ വരില്ല, പക്ഷെ വന്നാൽ PFI നിരോധനം നീക്കുമെന്ന് എല്ലാവർക്കും അറിയാം. PFI നിരോധനം നീക്കിയാൽ എന്തായിരിക്കും അവസ്ഥ? ഇതുപോലുള്ള ധാരാളം വിഷയങ്ങളുണ്ട്. അതുകൊണ്ട് ക്രൈസ്തവ സഭകൾക്കിടയിലും, സഭകളെന്ന് ഞാൻ പറയുന്നില്ല, ക്രൈസ്തവ സമൂഹത്തിനിടയിൽ വലിയൊരു ഈ BJP ഒരു ഹിന്ദു പാർട്ടി എന്ന രീതിയിലായിരുന്നു മുൻപെല്ലാം പ്രചരിച്ചിരുന്നത്. അതിനൊരു മാറ്റം വോട്ട് ബാങ്ക് ഷെയറിലും കൂടി അത്തരത്തിലൊരു മാറ്റം ഉണ്ടാകും. BJP ഹിന്ദു പാർട്ടിയല്ല, ഒരു നാഷണൽ പാർട്ടിയാണ്, ഒരു സെക്കുലർ പാർട്ടിയാണ്. പക്ഷേ ഹിന്ദു പാർട്ടിയായിട്ട് അങ്ങനെ ഒരു അവതരിപ്പിക്കാൻ മറ്റുള്ളവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഹിന്ദു കോസിന് വേണ്ടി നിൽക്കുന്ന ഒരു പാർട്ടിയാണ് പലപ്പോഴും. അപ്പൊ അതുകൊണ്ടാണ് അങ്ങനെ ഒരു വന്നത്. പക്ഷെ അത് മറ്റ് സമുദായങ്ങളുടെ കോസിന് അല്ലെങ്കിൽ അവരുടെ താല്പര്യങ്ങൾക്ക് എതിരല്ല. അല്ല, ക്രൈസ്തവ വോട്ടുകൾ കൂടി ഈ ഒരു പാർട്ടിയിലേക്ക് സമാഹരിക്കാൻ ഇത്തവണ കഴിയുമോ എന്നാണ് ചോദിക്കുന്നത്. ക്രൈസ്തവ ജനവിഭാഗത്തിനിടയിൽ നല്ല പിന്തുണ വർദ്ധിക്കുന്നുണ്ട്. ഞങ്ങളിപ്പോ സ്നേഹയാത്ര നടത്തിയപ്പോൾ ഈ ക്രിസ്മസിന് 8 ലക്ഷം വീടുകളിൽ ഞങ്ങൾ പോയി. ഞങ്ങളിപ്പോ ഒരു ശൂന്യതയിൽ നിന്നെടുത്ത് കാര്യങ്ങൾ പറയുന്നതല്ലല്ലോ. ജനങ്ങളുമായിട്ട് സമ്പർക്കം നടത്തുന്ന പാർട്ടികൾക്ക് അറിയാം. അല്ലെങ്കിൽ എന്തിനാണ് ഈ UDF LDF ഇതിനെ ഭയപ്പെടുന്നത്? ജനങ്ങളുമായിട്ട് നേരിട്ട് സംവദിക്കുമ്പോൾ ഞങ്ങൾക്കറിയാം എന്താണ് പൾസ്. അപ്പൊ അതുകൊണ്ട് അത്തരത്തിലുള്ള വലിയൊരു ചലനം ഇവിടെ ഉണ്ടായിട്ടുണ്ട്.